കാലത്തെ തിരക്കിനിടയിലുള്ള കിച്ചണിൻ്റെ അവസ്ഥയാണിത് കേട്ടോ. അപ്പം എന്താ ഇപ്പം ഇത്ര തിരക്ക് എന്ന് വിചാരിക്കേണ്ട. ഇന്ന് നമ്മുടെ ഇവിടെ പള്ളിയിലെ ഉസ്താദിന് ചിലവായിരുന്നു. അപ്പം കാലത്ത് അതൊക്കെ കൊടുത്ത് വിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ടുള്ള കിച്ചണിൻ്റെ അവസ്ഥയാണ് കേട്ടോ. പാത്രങ്ങൾ ഒത്തിരി കഴുകാനുണ്ട്. ഇതാ മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അത് ശരിയാക്കി കറിയൊക്കെ ഉണ്ടാക്കണം ഉച്ചക്കലത്തിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതാ ഉപ്പേരിക്കുള്ള ഐറ്റംസൊക്കെ കോവയ്ക്ക, അതുപോലെ തന്നെ കയ്പ്പയ്ക്ക, ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കാലത്ത് നമ്മൾ കൊടുത്തു വിട്ടത് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല മഴയുണ്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു ഒന്നൊന്നര ഓട്ടം ആയിരുന്നു ഇന്ന്. അപ്പോൾ ചമ്മന്തി, ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ചായ, ഇതൊക്കെയായിരുന്നു കൊടുത്തു വിട്ടത് കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് പതുക്കെ അങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങി. ഈ ഭാഗത്തോട്ട് ഈ ചെടിയിലോട്ടൊന്നും വെള്ളം കിട്ടൂല, നമ്മൾ തൂക്കിയിട്ടതല്ലേ. അപ്പോൾ അതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. കണ്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കടലാസ് പൂച്ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് തന്നെ എത്തി. അപ്പോൾ പ്രകൃതിയിലൊക്കെ നോക്കി ഇങ്ങനെ 2 ദോശ അങ്ങ് ചൂടാമെന്ന് വിചാരിച്ചു. ചൂടോടുകൂടി അങ്ങ് കഴിക്കാമല്ലോ. അപ്പോൾ 2 ദോശ അങ്ങ് ചുട്ടെടുക്കുകയാണ്. ദോശ ഞാൻ എപ്പോഴും നല്ല മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് മാവൊക്കെ ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊരിഞ്ഞങ്ങ് കിട്ടിക്കോളും. അപ്പോൾ 2 ദോശയൊക്കെ ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശയൊക്കെ. ഇഡലിയേക്കാൾ കൂടുതൽ ദോശ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ദോശയൊക്കെ ചുട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സാമ്പാറും കൂട്ടി ഇനി അങ്ങ് കഴിക്കാം. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വേണം ബാക്കിയുള്ള വർക്ക് അങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓരോന്നായിട്ട് ഒത്തിരി ജോലികളുണ്ട് കേട്ടോ. ഉസ്താദിന് ഉച്ച സമയമാകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കി അങ്ങ് എടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഞാൻ ദോശയും സാമ്പാറും കൂടി കഴിക്കുകയാണ്. ഇനിയിപ്പോൾ മഴ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി വിട്ടിട്ടില്ല കേട്ടോ. ഇനി മഴ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വരികയാണ്. അടുപ്പിലാണ് എല്ലാ കറികളും ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ല, മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പൊക്കെ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ആ ഈർപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ വിറകുകളൊക്കെ നമ്മൾ വിറക് പരിയിൽ നിന്ന് വിറകൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചു. ചകിരി കൂടി അങ്ങ് എടുക്കുന്നുണ്ട്. ഇനി അകത്തോട്ട് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കാമല്ലോ. പിന്നെ നമ്മൾ കറിവേപ്പിലയൊക്കെ എടുത്ത് അകത്തോട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ വിറകൊക്കെ കത്തിച്ച്, കാലത്ത് വെച്ചതൊക്കെ ഗ്യാസിലായിരുന്നു കേട്ടോ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കിയത്. അടുപ്പൊക്കെ കത്തിച്ച് മൺചട്ടി അങ്ങ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ കൂടി അങ്ങ് ഒഴിച്ചു. കടുകൊക്കെ അങ്ങ് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം, സുഖമല്ലേ? ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി അതിലിട്ടു. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് ഇളക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പിലെ മൺചട്ടിയിലൊക്കെ വയ്ക്കുന്ന കറികൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റാണ് അല്ലേ. ഇന്ന് പിന്നെ ക്ലാസ് കൂടി ഇല്ല, അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ എല്ലാം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് പുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മീനൊന്നും ശരിയാക്കിയിട്ടില്ല, ശരിയാക്കണം. അപ്പോൾ വീണ്ടും വന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ അങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി. ഇതൊക്കെയാണ് നമ്മളിന്ന് ഉസ്താദിന് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പച്ചക്കറി മതി എന്ന് പറഞ്ഞു. ചിക്കൻ, മട്ടൻ അതൊന്നും വേണ്ട. അപ്പോൾ നൈറ്റ് അതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നേരമെങ്കിലും കൊടുക്കണ്ടേ. അതേ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ടു. ഇത് കയ്പ്പയ്ക്കയാണ് കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെച്ചതാണ്, വേറൊന്നും ചേർത്തിട്ടില്ല. ഇത് മാത്രം ചേർത്ത് വെച്ച കയ്പ്പയ്ക്കയാണ് കേട്ടോ. അതുകൂടി ആ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേനും കാലത്തുള്ള പാത്രങ്ങളാണിത് കേട്ടോ. ഇഡ്ഡലി തട്ടുകളുണ്ട്, അറിയാലോ നമുക്ക് അല്ലേ. ഉസ്താദിൻ്റെ ചിലവൊക്കെ ആകുമ്പോൾ കുറച്ച് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് വലിച്ചങ്ങ് ഇട്ടോളും. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മാതിരി അല്ലല്ലോ, കുറച്ച് ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ പെരിയും കൂടി ആയിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മാറ്റി ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സാമ്പാർ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അത് വലിയ ചട്ടിയല്ലേ, അപ്പോൾ അത്രയും വലിയ ചട്ടിയിൽ ഒഴിച്ച് വെക്കണ്ടല്ലോ. ബാക്കി പരിപ്പൊക്കെ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതുകൂടി അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈറ്റിലോട്ട് നമുക്ക് ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പാർ കൂട്ടി കഴിക്കാം. ഇനി കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി അങ്ങ് വൃത്തിയാക്കണം. എന്നിട്ട് ബാക്കിയുള്ള വർക്കിലോട്ട് അങ്ങ് കടക്കാമെന്ന് വിചാരിച്ചു. കറിവേപ്പിലയൊക്കെ തണ്ടിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉസ്താദിനുള്ള ചിലവൊക്കെ കിട്ടുന്നുണ്ടോ? ഇവിടെ 3 വീട്ടിലാണ് കേട്ടോ. 3 ഒരു ദിവസം 3 വീട്, അങ്ങനെയാണ് ചിലവ് ഉള്ളത്. അപ്പോൾ ആ പാത്രം കൂടി നമ്മളന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ കിച്ചൺ അങ്ങ് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ അതിനിടയിൽ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ നോക്കുകയാണ്. ചോറൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. വേവ് നോക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങ് സെറ്റായിട്ടില്ല, കുറച്ചുകൂടി അങ്ങ് ഇരിക്കാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം അങ്ങ് ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതാ നമ്മൾ കരിത്തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാനൊന്ന് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്തതാണ്. അത് അടുപ്പിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചൂടേറ്റ് അത് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ, മീൻകറിക്ക് വേണ്ട തേങ്ങയൊക്കെ ഉടച്ച് അതുകൂടി അങ്ങ് ചിരകി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ അങ്ങ് ചിരവി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം സെറ്റാക്കി വെച്ചാൽ കറി അങ്ങ് വെക്കാൻ വളരെ ഈസിയാണ്. അല്ലാതെ പിന്നെ മീനൊക്കെ ശരിയാക്കി വന്ന് ഇതിനൊക്കെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞങ്ങ് ഇറങ്ങാമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ കൂടി അരച്ച് വെക്കുന്നുണ്ട്. ഇന്ന് കാലത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ സാമ്പാറിനുള്ളത്. പിന്നെ കറണ്ട് വന്നു. ഇനി അത് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പോകുമ്പോഴത്തേനും നമ്മൾ വേഗം എല്ലാം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയല്ലോ. അപ്പോൾ ഞാനിതാ തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടുക്കളയൊക്കെ അങ്ങ് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തോട്ട് ഇനി വരണ്ട, നമ്മൾ അപ്പുറത്തുള്ള കിച്ചണിലോട്ടല്ലേ. ഇനി അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂർക്കത്തല കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂർക്കറിയാലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങ് വെക്കാൻ ഉണ്ട്. അപ്പോൾ മണ്ണ് ഇതാക്കുക റെഡിയാക്കി ഞങ്ങൾ 2 ദിവസം മുന്നേ തന്നെ മണ്ണൊക്കെ സെറ്റാക്കി വെച്ചതാണ്. ഉമ്മ അവിടെ ഉണ്ട്. അപ്പോൾ മഴ വരുമ്പോഴേക്കും അതുകൂടി അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാനും ഉമ്മയും കൂടിയിട്ട് കൂർക്കത്തലയൊക്കെ അങ്ങ് വെക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാ വർഷവും ഇതുപോലെ കൂർക്ക വെക്കാറുണ്ട്. ഇനി പുറകിലും കൂടി ഉണ്ട് കേട്ടോ, കുറച്ച് കൂടിയിട്ട് ഭാഗങ്ങൾ അവിടേക്ക് കൂടി ഇനി ഉണ്ടാക്കണം. അപ്പോൾ അതായത് കണ്ടില്ലേ കൂർക്കത്തല ഇനി ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഉമ്മയുണ്ട് അവിടെ. ഇതാണ് നമ്മുടെ തൊടിയൊക്കെ കേട്ടോ. ഒത്തിരി കറിവേപ്പുണ്ട് കേട്ടോ. നമ്മുടെ തൊടിയിൽ വാഴയുണ്ട്, അതുപോലെ തന്നെ തെങ്ങുണ്ട്, തേക്കുണ്ട്, പിന്നെ ഇതാ ഈ ചക്ക എന്താണ് ഇടിഞ്ചക്കയല്ല കടച്ചക്കയുണ്ട്, കറിവേപ്പില കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ എന്താ കണ്ടോ, കഴിഞ്ഞ വർഷം മുളച്ച ആ ചെടികളാണ് ഇതൊക്കെ കേട്ടോ മുളച്ച്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഉമ്മ പുഴക്കെടുത്ത് അവിടേക്ക് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴ വരുമ്പോഴേക്കും ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ട് നമ്മൾ തിരിയൂല കേട്ടോ. അപ്പോൾ ഇതാ ഞാനും ഉമ്മയും കൂടിയിട്ട് വേഗം അതൊക്കെ അങ്ങ് ശരിയാക്കി എടുക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ മീൻ അവിടെ ഉണ്ട് കേട്ടോ. മീൻ കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലേ. പിന്നെ മീൻ കട്ട് ചെയ്ത് മീൻ കറി കൂടി ഉണ്ടാക്കണം. എങ്കിൽ പിന്നെ നമ്മുടെ പണി ഒരു വിധം അങ്ങ് തീർന്നു. ഇപ്പോൾ വീട്ടിൽ എന്താണ് പെൺപിള്ളേർക്ക് പണി, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്താ പണി എന്ന് ചോദിക്കുന്നവർക്ക് ഇതൊക്കെ തന്നെയാണ് പണി കേട്ടോ. ചെയ്താലും തീരാത്ത പണി. അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നു. കയ്യും കാലൊക്കെ അങ്ങ് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെമ്പകമാണ് കേട്ടോ. എല്ലാ വർഷവും ഇതുപോലെ ചെമ്പകം ഉണ്ടാകും. കുറച്ച് ഉയരത്തിലാണെന്ന് മാത്രം. പക്ഷേ ഇതൊക്കെ വലിച്ചു വെക്കാൻ ഒരു സമയവും ഇല്ലല്ലോ നമുക്ക്. തൊട്ടപ്പുറത്തൊക്കെ ഉള്ള സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ വരും കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ ഒരുപാട് ഉയരത്തിലാണ് പൂക്കളൊക്കെ ഉള്ളത്. മോനിതാ കുടയൊക്കെ പിടിച്ച്, മഴയൊക്കെ ആയപ്പോൾ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുകയാണ്. ഇത് കണ്ടില്ലേ, കറിവേപ്പിൽ മഴ പെയ്ത് ഒരുപാട് അങ്ങ് വെള്ളമായി അങ്ങനെ ഒടിഞ്ഞു വീഴാൻ പാകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ ഞാനൊന്ന് കുലുക്കി അങ്ങ് മാറ്റി കളയണം കേട്ടോ. ഇതാണ് മീൻ. ഇപ്പോൾ സാധാരണ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് മീൻ വാങ്ങിക്കാറുള്ളത് കേട്ടോ ഷോപ്പിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് മീനൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. അവർ കട്ട് ചെയ്ത് തരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വേഗം മീനൊക്കെ കട്ട് ചെയ്യണം. അത്രയ്ക്കുള്ള പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളത് വെച്ച് അങ്ങ് കട്ട് ചെയ്യണം. ഇതാ മീനൊക്കെ നമുക്ക് പൊരിക്കും വേണം, കറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് പറ്റാവുന്ന രീതിക്ക് ആവുന്ന പോലെയൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ. കണ്ടോ പീസുകൾ കേട്ടോ, കറി പീസും അതുപോലെ തന്നെ പൊരിക്കാനുള്ള പീസുണ്ട്. അതിനിടയിലാണ് ഇത് കണ്ടില്ലേ മീൻ മുട്ട, പഞ്ഞൽ എന്നല്ലേ പറയുക, പഞ്ഞൽ കേട്ടോ. പഞ്ഞലിനാണ് ഇവിടെ പറയുക കേട്ടോ. അതുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അത് തന്നെയാണോ എന്നുള്ളത്. വാള മീനാണിതേ, അത് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും കാലമൊക്കെ നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഈ ഒരു സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ പിന്നെ ഉമ്മാനോട് ചോദിച്ചപ്പോൾ അത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചാറിലേക്ക് മാറ്റണം, കുറച്ച് പൊരിക്കാൻ കൂടി അങ്ങ് മാറ്റണം കേട്ടോ. അപ്പോൾ പൊരിക്കാനുള്ള അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് സെറ്റാക്കി അതുകൂടി അങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ മസാലയൊക്കെ അങ്ങ് പുരട്ടാനുണ്ട്. ഇത് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്, അപൂർവേ ഞാൻ ചേർക്കുള്ളൂ. അങ്ങനെയൊക്കെ ചേർത്താൽ അധികം ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. സാധാ രീതിക്ക് അങ്ങ് പൊരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയാണ് കേട്ടോ. അതായത് കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് അങ്ങ് പൊരിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അതൊരു പാത്രത്തിലോട്ട് ഞാനങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ആ പഞ്ഞൾ കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് അതിന് മീതെ അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ അങ്ങ് സെറ്റ് ആവട്ടെ എന്ന് വെച്ചിട്ട് അതുകൂടി അടച്ച് ഫ്രിഡ്ജിലോട്ട് അങ്ങ് മാറ്റി. അതേ ചട്ടിയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത്രയിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് പെനഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ 2 രീതിക്ക് ഞാനിങ്ങനെ കറി വയ്ക്കാറുണ്ട് കേട്ടോ. നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടും ഇതേപോലെയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടി അങ്ങ് ഇടുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി ഏത് രീതിയിൽ വെച്ചാലും നന്നായിരിക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് റെഡി ആവണ്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതിലേക്ക് ആവശ്യമായ വേളമ്പുള്ളി കേട്ടോ, വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത്ര, ചാറ് എത്ര വേണോ അതിന് ആവശ്യമുള്ളത്ര
ആക്കി വെക്കുക കേട്ടോ. ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഈ കറി അങ്ങ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയിൽ കുറച്ച് എടുത്ത് കുടിച്ചൊക്കെ നോക്കും കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ആവശ്യത്തിന് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ചോറൊക്കെ നമ്മൾ വാർത്തിട്ടുണ്ട്. അതേ ചട്ടിയിൽ അതേ അടുപ്പത്ത് തന്നെ നമ്മൾ മൺചട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുത്തു. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ചൊരു നല്ല ജീരകം ഇട്ട് കൊടുക്കും കേട്ടോ, അതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതാ നമ്മൾ നേരത്തെ ഇളക്കി മാറ്റി വെച്ചിട്ടുള്ള കറിയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പും മുളകും പുളിയൊക്കെ മതിയോ എന്നുള്ളത് നോക്കുക. പോരെങ്കിൽ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. അങ്ങനെ പാത്രങ്ങളൊക്കെ ചട്ടിയിൽ അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ കാലത്ത് നേരത്തെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വൈകിയത് കേട്ടോ. അപ്പോൾ ഇതാ ഈ തുണികൾ അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കൊക്കെ കഴിയുമ്പോഴേക്കും ഇതങ്ങ് ആവുമല്ലോ. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതാ എന്താ പറയുക, കറിയൊക്കെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഇട്ടിട്ടില്ല കേട്ടോ. അതൊന്ന് കുറുകി വരുമ്പോൾ മീനെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. തലയും വാലും കുറച്ച് ഇടക്കഷ്ണവും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി അങ്ങ് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, കുറച്ച് സവാള വാങ്ങിച്ചതാണ് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് അങ്ങ് തണുപ്പ് കയറണം. അപ്പോൾ അടുപ്പിൻ്റെ അരികിലോട്ട് ഞാനങ്ങ് വെച്ചതാണ്. ആ ചൂട്ടത്ത് അതങ്ങ് ഇരിക്കുമല്ലോ, കേടുവരില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ആ കറിയൊക്കെ അങ്ങ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ ഞാൻ അരച്ചെടുത്ത തേങ്ങ അതിലിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ച തേങ്ങയാണ്. അപ്പോൾ ഇതാ അതുകൂടി അങ്ങിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പൊരിക്കാനുള്ളതാണ്. സമയമൊക്കെ ഒരു 11:30 ടൈമൊക്കെ ആയി കേട്ടോ. അതുകൂടി അങ്ങ് മാറ്റി വെച്ചു. ഇനി ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെല്ലാം അടുപ്പത്താണ് നമ്മൾ വെച്ചത്. അടുപ്പിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ആ ചൂടത്ത് തന്നെ എല്ലാ കറികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എണ്ണ ഒഴിച്ച് തിളച്ച സമയത്ത് ഞാനിതാ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടുകയാണ്. നമുക്കൊരു 1 മണി ആ സമയമാകുമ്പോഴേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു 12:30 ആകുമ്പോഴേക്കും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് തീർന്നില്ലേ എന്ന് വെച്ചിട്ട് വേഗം ചെയ്യണേ. അപ്പോൾ ഇതാ മീനൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അടുപ്പിലൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സമയപരിമിതി കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കാത്തത്. അപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്തായാലും അടുപ്പത്ത് തന്നെ വെക്കുള്ളൂ കേട്ടോ. എല്ലാം മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് ചുടുവെള്ളം കൂടി നമുക്ക് വെക്കേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ കുളിക്കാനൊക്കെ. അപ്പോൾ ഇതാ ഉമ്മ കൂടി വന്നിട്ടുണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചോറും കറികളൊക്കെ ഇനി ആക്കണ്ടേ ഉസ്താദിന് വേണ്ടിയിട്ട്. ഇതാ ഈ ഇങ്ങനത്തെ ഒരു പാത്രമാണ് കൊണ്ടുവരിക കേട്ടോ. ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് 3 നേരവും നമ്മൾ കൊടുക്കണം. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ 2 പാത്രത്തിൽ ഞാൻ ചോറാക്കിയിട്ടുണ്ട്. പിന്നെ അതാ കറി ആക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉപ്പേരി വെച്ചതുണ്ട് കേട്ടോ. അറിയാലോ, കൈപ്പക്ക പൊരിച്ചതുണ്ട്, അതുപോലെ തന്നെ കോവയ്ക്ക, ഇത് 2 ഉണ്ട് ഉപ്പേരി. പിന്നെ മീൻ പൊരിച്ചത്, മീൻ കറി, ഇത്രയാണ് കേട്ടോ. ഇനി വൈകുന്നേരത്തേക്ക് വേണം നമുക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് ചപ്പാത്തിയോ എന്തെങ്കിലും ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതാ മീൻ പൊരിച്ചതൊക്കെ ആ ചട്ടി അങ്ങ് ഇറക്കി അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാവട്ടെ. ഇനി കുളിക്കുകയൊക്കെ ചെയ്യേണ്ടേ. അടുപ്പിൽ വെള്ളം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് സെറ്റായി. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. മോനാണ് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. ഇന്ന് പിന്നെ ശനിയാഴ്ച ആയത് കാരണം അവനും ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഉസ്താദിൻ്റെ ചിലവ് അവർ എനിക്ക് തരുന്നത് സാറ്റർഡേ സൺഡേ ആയിരിക്കും കേട്ടോ. കാരണം ആ സമയത്തല്ലേ ഒഴിവുണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് ആ ദിവസം നോക്കി മാത്രമേ അവർ എനിക്ക് തരാറുള്ളൂ. അപ്പോൾ ഇതാ വണ്ടിയിൽ അവനങ്ങ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് മഴ ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുള്ളൂ. കണ്ടില്ലേ, മുറ്റത്ത് നല്ല നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. ചെടികളൊക്കെ അങ്ങ് മറിഞ്ഞ് കിടക്കുകയാണ്. ഇതാ കാശിത്തുമ്പിയിലൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്, കണ്ടോ. മഴക്കാലമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല 2 കളർ ഉണ്ട് അതിൽ കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഞാൻ കുറച്ചൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. ഭംഗി ആസ്വദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇനി അകത്തോക്കിട്ട് കയറിയാൽ ഇനി ബാക്കി ഒത്തിരി വർക്കുകളുണ്ട്. ഇത് കണ്ടില്ലേ, ചെമ്പരത്തി നല്ല കളറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് ഇതാ അടുക്കളയിൽ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇനി അതുകൂടി അങ്ങ് കഴുകിയെടുക്കണം. അടിച്ചിട്ടില്ല, തുടച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അതിനിടയിൽ ഞാൻ വേഗം ഇനി എന്ത് ചെയ്യണം, അകമൊക്കെ അങ്ങ് അടിച്ച് വിടുകയാണ് കേട്ടോ. തുടച്ചുകൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊന്നും ആഡ് ആകാത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് ആ സമയം കൊണ്ട് തുണികളൊക്കെ അങ്ങ് ആയിട്ടുണ്ട്. മുകളിലോട്ട് കൊണ്ടുവന്ന് തുണികളൊക്കെ ഞാൻ അയൽ ഉണങ്ങാനിടുകയാണ്. നേരത്തെ ഇട്ടിരുന്ന തുണികളൊക്കെ അതാ കണ്ടില്ലേ, ചെയറിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അത് മടക്കി എടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ആ തുണികളൊക്കെ വിരിച്ചിട്ട് ഇനി നമുക്ക് ഈ ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് അങ്ങ് താഴോട്ട് അങ്ങ് പോവാം. ഓക്കെ,
വീട്ടമ്മമാർക്ക് എന്താ ജോലി എന്ന് ചോദിക്കും. ഇതൊക്കെ തന്നെയാണ് ജോലി. ചെയ്താലും തീരാത്ത ജോലികൾ കേട്ടോ. വൈകുന്നേരം വരെ അതൊക്കെ വന്നു കഴിഞ്ഞു. താഴോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കട്ടിലിൽ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ മോന് വിശന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കും വിശന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞതാ ബാത്റൂമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനുണ്ടായിരുന്നു. കുളിക്കുന്നതിന് മുന്നേ തന്നെ അതങ്ങ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ എന്നും നമ്മുടെ ബാത്റൂമൊക്കെ അങ്ങ് വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൂടി അങ്ങ് ചെയ്യണം. ആ ടൈൽസിലൊക്കെ എന്നും വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടേ അതിൻ്റെ കറകളുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി അത്രയും കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞ് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ട്. അപ്പോൾ അത്രത്തോളം വിശപ്പ് അങ്ങ് താങ്ങുന്നില്ല. അപ്പോൾ ഇതാ മോനെയും എല്ലാവരെയും അങ്ങ് മോനെയൊക്കെ കുളിപ്പിച്ചു. ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഉണങ്ങിയ തുണികൾ അങ്ങ് മടക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഉച്ച വരെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, ബാക്കിയുള്ള വർക്കുകളുണ്ട്. വൈകുന്നേരത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മടക്കിയ തുണികൾ ഞാൻ സെപ്പറേറ്റ് ഓരോരുത്തരുടെ മാറ്റി അങ്ങ് വെക്കും. അപ്പോൾ ആ തുണികളൊക്കെ അങ്ങ് അതാത് ഷെൽഫിലോട്ട് വെക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഷെയറും കമൻറ്റും ലൈക്കും അതുപോലെ തന്നെ സബ്ബും അതൊക്കെയാണ് നമുക്കൊരു പ്രേരണയായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി നിങ്ങൾ